കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ഇതുപോലെ ഒരു അടിപൊളി ഒരു മാങ്ങാച്ചാർ ഉണ്ടാക്കിയാലോ. അതിനായിട്ട് നമ്മൾ മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഇതാണ് നമ്മൾ അരിഞ്ഞു വെച്ച മാങ്ങ. ഇതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ആയി കിട്ടണം. ഇതിന്റെ പുളി മാറാൻ കുറച്ച് സമയം എടുക്കും. നമുക്കിത് അങ്ങോട്ട് മാറ്റി ഒന്ന് അടച്ചു വെക്കാം. നമുക്കിനി ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ തിളച്ച് വന്ന് കഴിഞ്ഞിട്ട് കടുക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. കായം ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇനി നല്ലപോലെ ഇളക്കി കൊടുക്കാം. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ മാങ്ങ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം. വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് റെഡി ആയിട്ട് വരണം. അങ്ങനെ നമ്മുടെ മാങ്ങാച്ചാർ റെഡിയായി വന്നിരിക്കുകയാണ് കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.